ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മളിവിടെ വന്ന് നിൽക്കുന്നതെന്നും. ഓക്കെ, കാണാത്തവർ ഞാൻ എൻ്റെ ഐ ബട്ടണിൽ ഈ ഫസ്റ്റ് വീഡിയോ കൊടുത്തേക്കാം, കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് കണ്ടുവെച്ച് വരിക. അപ്പോൾ നമ്മൾ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിൽ നിർത്തിയിട്ടിരിക്കുന്ന ഭാഗമാണ് കേട്ടോ. എന്തിനാണ് നിർത്തിയതെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മനോഹരമായ കാഴ്ചയും ഭക്ഷണമെല്ലാം കഴിച്ച് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സ്ഥലമാണ്. ഒരു ചെറിയ മുട്ടക്കുന്ന് പോലെ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ നല്ല ബാക്ക്ഗ്രൗണ്ട് സീനറീസ് ഒക്കെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പം മൂന്നാറിലേക്ക് പോകുന്നൊരു എളുപ്പവഴിയും കൂടിയാണ് കേട്ടോ. നമുക്ക് വൺ ഡേ ട്രിപ്പിൻ്റെ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴി പോവുകയാണെങ്കിൽ നമുക്കെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മൂന്നാറിൽ കുറേ അധികം കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊക്കെ എടുത്ത് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ വഴി എങ്ങോട്ടാണ് പോകുന്നത്, ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് അത്രയും വെള്ളമൊന്നുമില്ല. എന്നാലും ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളം ഒഴുകുന്നൊരു സ്ഥലം തന്നെയായിരുന്നു. അവിടെ ഞങ്ങൾ ഇറങ്ങി. എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു അരുവിയാണ് കേട്ടോ. നല്ല ഹൈറ്റ്, അത്യാവശ്യം നല്ല മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. മഴക്കാലത്ത് എങ്ങനെയാണെന്ന്, മഴക്കാല സമയമൊക്കെ ആവാറായി. അപ്പോൾ നമുക്ക് ആ സമയങ്ങളിലൊക്കെ ഒന്ന് വന്ന് നോക്കാം. ഒരു നല്ല ശുദ്ധമായ വെള്ളമൊക്കെയാണ്. അപ്പോൾ ഇതാ കുഞ്ഞിനെ നമ്മൾ അവിടെ ഇറക്കി കേട്ടോ. ഇതിപ്പോൾ എസ്റ്റേറ്റിനുള്ളിലൂടെ തന്നെ പോണ അരുവിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങി അതും ആ നിക്കറും നനച്ച് പിന്നെ അതും മാറിയിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. ഇതാ പോകുന്ന വഴിക്ക് ഇതിനു മുമ്പ് പോയപ്പോൾ ഇങ്ങനെ ഈ വഴി ഇവിടെ പണിയൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ സൈഡൊന്നും ഇടിച്ച് മോശമായി കിടക്കുകയൊന്നും അല്ലായിരുന്നു. ഇത് ഇലക്ഷൻ്റെ ആയിരുന്നു കേട്ടോ. BJPയുടെ ഈ കൊടിയൊക്കെ കാണുന്നത് ഇലക്ഷൻ്റെ സമയമാണ്. ഇലക്ഷന് മുമ്പായിട്ടാണ് നമ്മൾ ഇതിൽ പോയത്. ഇതിൽ പോകുമ്പം നല്ല മഞ്ഞുള്ള സമയത്തോടും അപ്പുറം ഇപ്പുറയും നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആന ഇറങ്ങുന്നതാണ് കേട്ടോ. ആന, പോത്ത് എല്ലാം വരും. അപ്പോൾ ഇവിടെ ചതുപ്പ് നിലമാണ് അപ്പുറേ. അതാണ് വേലി, ഇരുവശവും ഇവർ മുള്ളുവേലി വെച്ചിട്ട് മറിച്ചേക്കുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് പോയപ്പം ആനേനെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പം നമ്മളിനി പോണ വഴിക്ക് ഒരു ക്യാൻറ്റീൻ കണ്ടു കേട്ടോ. അവിടെ കയറി ചായ കുടിക്കാൻ വേണ്ടി കയറിയാണ്. നല്ല ചായയാണ് കേട്ടോ. ഇവിടുത്തെ എസ്റ്റേറ്റിലെ തേയിലപ്പൊടി കൊണ്ടുള്ള ചായയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം അവർ സാധാ ഇടുന്ന രീതിയിൽ തന്നെ ചായ കുടിച്ചു. അപ്പോൾ ഇടയ്ക്ക് ലൈറ്റ് ചായ മതി ആരോ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുടിച്ച ടേസ്റ്റിൽ തന്നെ വീണ്ടും രണ്ടാമതൊരു ചായ ഓർഡർ ചെയ്തു. പക്ഷെ അത് ആ രീതിക്കുള്ളതല്ലായിരുന്നു, വേറെ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സാധാ ഒന്നും പറയണ്ട, നല്ല അടിപൊളി ചായ അവിടെ നിന്ന് കിട്ടും കേട്ടോ. ലൈറ്റ്, സ്ട്രോങ് അങ്ങനെ ഒന്നും പറയില്ല. എന്നാൽ അവിടെ ചെന്ന് ചായ എന്ന് മാത്രം പറയാം. അപ്പോൾ അവർ അടിപൊളി ചായ ഇട്ട് തരും. രണ്ടാമത് നമ്മുടെ ഇഷ്ടത്തിനുള്ള ചായ പറയരുത്. പിന്നീട് നമ്മൾ മൂന്നാർ ഹൈഡൽ പാർക്കിലാണ് കേട്ടോ വന്നത്. ഇപ്രാവശ്യം കുറേ വ്യത്യാസങ്ങളൊക്കെ ഇവർ വരുത്തിയിട്ടുണ്ട്. പുതിയ ആക്ടിവിറ്റീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അത് ഐ ബട്ടണിൽ കൊടുക്കാം. പിന്നെ നമ്മൾ കയറിയിട്ടുള്ള ഒരു പുതിയ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ വെർച്വൽ റിയാലിറ്റി ആയിരുന്നു കേട്ടോ, VR. അത് കല്യാണിയാണ് കയറി എക്സ്പീരിയൻസ് ചെയ്തത്. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. പിന്നെ നമുക്കിവിടെ വൈകുന്നേര സമയത്ത് വരുന്നതായിരിക്കും. ഇപ്പോൾ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം നല്ല രസമാണ്. VR കല്യാണി കയറി ഇതിൻ്റെ നമുക്ക് കാണാം കേട്ടോ. അവളുടെ എൻ്റെ അഭിപ്രായം എന്താണെന്ന് നോക്കാവേ. അപ്പോൾ VR ചെയ്ത് നോക്കുന്നവർ എന്ന് കയറി നോക്കുക. നല്ല എക്സ്പീരിയൻസ് ആണ് കല്യാണി പറഞ്ഞത്. അപ്പോൾ 200 രൂപയാണ് ഇതിൻ്റെ ഫീസ് കേട്ടോ. അത്യാവശ്യം നല്ല രസമാണെന്ന് പറഞ്ഞത്. അതായത് നമ്മളൊരു ലൈബ്രറി പോകുന്ന ഒരു സംഭവമാണ് ഇവൾ കാണുന്നത്. അപ്പോൾ ഇവൾക്ക് നമ്മൾ അങ്ങോട്ട് പറയുന്നത് കേൾക്കില്ല. ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇവള്. അപ്പോൾ അങ്ങോട്ടൊന്നും പറയുന്നത് കേൾക്കത്തില്ല. അവൾ ഇങ്ങനെ എല്ലാം നോക്കുവാണ്. ഇച്ചിരി കഴിയുമ്പോൾ കണ്ടോണം അവളുടെ മുഖത്തെ ഭാവങ്ങളൊക്കെ മാറും കേട്ടോ. ഇപ്പോൾ പല്ല് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആയതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കയറ്റിയിടുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് കുറച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ തൊട്ട് കണ്ടോ, ഇതിങ്ങനെയൊന്നും അല്ല, ഇച്ചിരി കഴിയുമ്പോൾ എല്ലാം മാറും. നീ ലൈവായിട്ട് ഇത് കണ്ടോ കേട്ടോ. കല്ലു ഈ സാധനത്തെ കയറിയേക്കണതാ. കല്ലിന്റെ മുഖഭാവങ്ങളൊക്കെ
കരയണേ കേൾക്കാതെ ജീവിതത്തിൽ വെച്ച് റിയാലിറ്റിക്കില്ല. അയ്യോ എനിക്കറിയാ. അല്ല അതിപ്പോ ആ ചേട്ടൻ എങ്ങനെ അറിയുന്നേ? ആ ചേട്ടൻ എങ്ങനെ കാണുന്നേ? ഉണ്ടോ? കണ്ടാ കാണണ 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 അല്ല വിടൂ പാർക്കില് പേടിച്ചിട്ട് നമ്മൾ വിടുവോ കയ്യ സിനിമ പോയാൽ കണ്ടോണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞ് ഇനി പോവുകയാണ്. സമയം നല്ല രാത്രിയായിട്ടാ, കണ്ടറിയാലോ, ഒരുപാട് താമസിച്ചു ഞങ്ങൾ. അപ്പോൾ ഇവിടെ ഞങ്ങൾ സ്ഥിരം കയറുന്ന ആക്ടിവിറ്റീസിലെല്ലാം ഞങ്ങൾ കയറി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല രസകരമായ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതാണ്. സിപ്പ് ലൈനിൽ കയറിയേക്കുന്നതായിരുന്നു കേട്ടോ. കല്യാണിയും അനിയനും രണ്ടുപേരും സിപ്പ് ലൈനിൽ കയറി. അപ്പോൾ ഞാൻ വേറെ എവിടെയായിരുന്നു, ഞാൻ കണ്ടില്ല ഇവർ കയറാൻ പോയത്, അല്ലെങ്കിൽ പോയി കയറായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ഥിരം വന്ന് കയറുന്ന ഒരു റൈഡായിരുന്നു കേട്ടോ ഈ സാധനത്തിൽ കയറിയിട്ട് അങ്ങ് കറക്കി വിടുവേ. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ട്, അവർക്ക് കൊച്ചുണ്ട് എൻ്റെ കയ്യിൽ. കൊച്ചുള്ളപ്പോൾ നല്ല പതുക്കെ കറക്കിയേ. അത് ഇനി കൊച്ചിറങ്ങി കഴിഞ്ഞിട്ട് എല്ലാവർക്കും സ്പീഡിൽ കറങ്ങാൻ ആവശ്യമുള്ളവരെല്ലാവരെയും നന്നായിട്ട് കയറ്റി കറക്കി വിട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സൂൺ.